ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തരുന്നൊരു ഡേ ആണ്. കാരണം ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങിയിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 41 ദിവസം വ്രതം പിടിച്ച് മല ചവിട്ടാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ആദ്യ ദിവസം നമ്മൾ വ്രതം പിടിച്ച് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കാഴ്ചയാണിത്. നമ്മൾ നമ്മുടെ വർക്കലയിലുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പുലർച്ചെ 6 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ നേരെ ക്ഷേത്രക്കുളത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കുളി പാസ്സാക്കിയതിന് ശേഷം മാത്രമാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. പലപ്പോഴും ഈ കുളത്തിലൊന്ന് കുളിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മാസം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നേരെ നമ്മൾ കുളക്കടവിലേക്ക് ഇറങ്ങി നമ്മുടെ കുളി പാസ്സാക്കാനുള്ള പുറക്കാണ്. ഇപ്പം തന്നെ നല്ല ആൾക്കാരുണ്ട്. ഞാനും അതിൻ്റെ സൈഡ് വാരാൻ പിടിച്ച് നേരെ കുളി പാസ്സാക്കി. കുളം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിലൊന്ന് ഇറങ്ങി നീന്തുക എന്നുള്ളത്. ഞാനും ആ ഒരു പണി തുടർന്നു. നല്ല രീതിയിൽ സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു കുളി, നമുക്ക് ഈ നീന്തി കുളിക്കുന്നതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒരു നീന്തൽ പാസ്സാക്കി നേരെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് കയറുവാണ്. ഞാൻ അത്രയ്ക്ക് വലിയൊരു നീന്തൽ വിദഗ്ധനല്ലാത്തത് കൊണ്ടും ഒരുപാട് ആഴമുള്ള കുളമായതുകൊണ്ട് തന്നെ അധികം ദൂരമൊന്നും പോകാണ്ട് തന്നെ കുളി നിർത്തി നേരെ തിരിച്ച് കയറി. കുളി പാസ്സാക്കി നേരെ നമ്മൾ പോകുന്നത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കാരണം ഇന്ന് നല്ല ആളായിരിക്കും, നല്ല തിരക്കായിരിക്കും. തിരക്ക് കുറവാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ലേറ്റാവും. അതുകൊണ്ട് തന്നെ അധികം ആളൊന്നും കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അതിരാവിലെ വർക്കല കുളം കാണാൻ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാവരും കുളിച്ച് ക്ഷേത്ര ദർശനത്തിന് പോയതുകൊണ്ട് തന്നെ ശൂന്യമായി കിടക്കുവാണ് കുളം. പക്ഷേ ഒരു ഫീലാണ് കേട്ടോ അത് കാണാനായിട്ട്. 1-2 പ്രാവും. ഇതാണ് നമ്മുടെ അവിടുത്തെ വിനായക ക്ഷേത്രം. മുകളിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ താഴെ ശാസ്താനടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ക്ഷേത്രം. കാരണം ഞാൻ എല്ലാ ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നൊരു ദേവാലയം കൂടിയാണിത്. ഇതാണ് ശാസ്താനട ക്ഷേത്രം. ഇതാണ് നമ്മുടെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത്. രാവിലത്തെ കാപ്പിയും കഴിച്ചതിന് ശേഷം ഇനി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.